Venkatesh ji, welcome. Venkatesh ji. നമസ്കാരം. ഞാൻ ഇന്ന് കുറച്ച് കേൾക്കുന്നുണ്ടോ? Yes, ഹലോ. clear ആണ്. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഞാൻ ഇന്ന് കോളേജ് ക്യാമ്പസിനകത്ത് അല്ല കോളേജ് ക്യാമ്പസിനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ സിഗ്നലിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. വെങ്കടേഷ് സാർ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് വായിക്കണം. കാരണം ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഓഹരി തുറക്കാൻ പോകുമ്പോൾ. അല്ല, ഇത് ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് 800 പോയിന്റ് താഴോട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തകർച്ചയിലാണെന്ന് ജാപ്പനീസ് വിപണി നല്ല രീതിയിൽ തകർന്നടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനം പറയാം. ഓഹരി വിപണിയെ കുറിച്ച് അവസാനം പറയാം. നമുക്ക് ആദ്യം ഇന്നത്തെ ചില തിരഞ്ഞെടുത്ത സാമ്പത്തിക വാണിജ്യ വാർത്തകൾ ഒന്ന് ഓടിച്ച് നോക്കാം. ആദ്യം പതിവുപോലെ എക്കണോമിക് ടൈംസിൽ നിന്നും തന്നെ തുടങ്ങുകയാണ്. Monetary policy, RBI likely to keep interest rate unchanged at 6.5%, says experts. Reserve Bank of India is likely to keep the key interest unchanged at 6.5% on Thursday and wait for more macroeconomic data before taking a call on rate cut in line with expectation, experts said. The US Federal Reserve has decided to maintain a status quo on its interest rate for now and indicated there could be monetary policy easing in the coming months. Amid persisting inflationary pressures, RBI will be closely tracking the US monetary policy trajectory before changing its stance on interest rate, which has remained unchanged since February 2023. അപ്പോൾ നമ്മുടെ ബൈ മന്ത്ലി മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. കമ്മിറ്റിയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അതിൽ വേറെയും 5 മെമ്പേഴ്സ് ഉണ്ട്. 2 പേര് നോമിനേറ്റഡും പിന്നെ ബാക്കി റിസർവ് ബാങ്ക് ഗവർണേഴ്സും ഒക്കെ ഉള്ള കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അവര് ഓരോ 2 മാസം കൂടുമ്പോഴും മീറ്റ് ചെയ്ത് രാജ്യത്തെ എക്കോണമിയെ കുറിച്ച് ഒരു ചർച്ച നടത്തി പലിശ നിരക്ക് കൂട്ടണോ കുറയ്ക്കണോ, എന്തൊക്കെ നടപടികൾ എടുക്കണം എന്ന് അവർ തീരുമാനിക്കും. അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആ മീറ്റിംഗിൽ നിന്നുള്ള പ്രതീക്ഷയെ കുറിച്ച് പല വിദഗ്ധരും പറഞ്ഞ അഭിപ്രായത്തെ കോട്ട് ചെയ്ത് കൊണ്ടുള്ള എക്കണോമിക് ടൈംസിന്റെ ഒരു വാർത്തയാണ്. അപ്പൊ അവര് പറയുന്നത് ഇപ്പോഴത്തെ പലിശ നിരക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം എന്നാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 6.5% പലിശ നിരക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നാണ്. 2023 ഫെബ്രുവരിക്ക് ശേഷം പലിശ നിരക്കിൽ ഇതുവരെ ഒരു മാറ്റവും റിസർവ് ബാങ്ക് നടത്തിയിട്ടില്ല. ആ സ്റ്റാൻസ് തന്നെ ആയിരിക്കും ഈ വരുന്ന മോണിറ്ററി പോളിസിയിലും എന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അമേരിക്കയിലും ഇതുവരെ അവരുടെ ഫെഡറൽ റിസർവ്, സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവും ഇതുവരെ പലിശ നിരക്ക് കുറയ്ക്കുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി വരും കാലങ്ങളിൽ കുറയ്ക്കാമെന്നുള്ള ഒരു സൂചന അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ട് എന്നും ഈ വാർത്തയിൽ പറയുന്നു. രണ്ടാമത്തെ വാർത്ത, മാരുതി സുസുക്കി ടു ലോഞ്ച് ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് പ്രൊമോട്ട് ഡൈവേഴ്സ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജീസ് ഇൻ ദിസ് ഫൈനാൻഷ്യൽ ഇയർ. Maruti Suzuki revealed intention to introduce its first electric vehicle this financial year and promote diverse eco-friendly technologies like hybrid, biogas and CNG to reduce emissions. Chairman R.C. Bhargava highlighted a diversified strategy to meet national objectives. The company aims to cater to different market segments while continuing to produce affordable small cars. Appo Maruti കമ്പനി, ഈ മാരുതി സുസുക്കി എന്ന കാർ മാനുഫാക്ചറിങ് കമ്പനി ഈ വർഷം ഇലക്ട്രിക് വെഹിക്കിൾ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യും എന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. അത് അവരുടെ ചെയർമാനായ RC ഭാർഗവയെ കോട്ട് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് ടൈംസ് ഈ വാർത്ത കൊടുക്കുന്നത്. രാജ്യത്തിന്റെ സർക്കാരിന്റെ അവരുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി കാറുകൾ മാർക്കറ്റിൽ ഇറക്കാനാണ് താല്പര്യപ്പെടുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഹൈബ്രിഡ് കാർ, അതായത് 2 തരം ഫ്യൂവൽ ഉപയോഗിച്ച് ഓടാൻ പറ്റുന്ന, 2 തരം ഇന്ധനം ഉപയോഗിച്ച് ഓടാൻ പറ്റുന്ന ഹൈബ്രിഡ് കാറും അതുപോലെ ബയോഗ്യാസ് കാറും CNG കാറും ഒക്കെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും, എമിഷൻ റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് അദ്ദേഹം പറഞ്ഞതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഫൈനാൻഷ്യൽ എക്സ്പ്രസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യ ആൻ അട്രാക്റ്റീവ് ബൈ നൗ, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് pour in 32,365 crore in July. India is back in the foreign portfolio investors shopping list. For the second straight month, the foreign portfolio investors invested 32,365 crore into Indian equities in July, driven by expectations of continued policy reforms, sustained economic growth and a stronger than expected earnings season. അപ്പോൾ
അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ വിപണിയിലോട്ട് വീണ്ടും പൈസ നിക്ഷേപിച്ച് തുടങ്ങി എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ മാസം 32,365 കോടി രൂപയുടെ മൊത്തം നിക്ഷേപം അവർ നടത്തിയിട്ടുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ഇന്ത്യയിലുള്ള റിഫോംസ് ഈ പുതിയ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസവും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഒരു സസ്റ്റൈൻഡ് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള റിപ്പോർട്ടും, പിന്നെ നമ്മുടെ കമ്പനീസിന്റെ പ്രോഫിറ്റബിലിറ്റി, ഏർണിങ്സ്, അതായത് ഈ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മുടെ എല്ലാ കമ്പനീസും അവരുടെ ആ 3 മാസത്തെ അവർക്ക് ഉണ്ടായ ലാഭം നഷ്ട കണക്കുകൾ നിരത്തും. അത് നല്ല പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ കമ്പനികൾക്ക് നല്ല ലാഭം ഉണ്ടാകുന്നു. ഇതൊക്കെ നോക്കിയിട്ടാണ് ഫോറിൻ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യയിലോട്ട് പൈസ കൊണ്ടുവരുന്നതെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പറയുന്നത്. അടുത്തൊരു വാർത്ത, ലോകത്തിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയ ഇൻവെസ്റ്റ്മെന്റ് മാനേജറാണ് വാറൻ ബഫെ. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. ഒറാക്കിൾസ് ബിഗ് ഷിഫ്റ്റ്, വാറൻ ബഫെ സ്ലാഷസ് ബെർക്ക്ഷയർ ഹാത്വേസ് ആപ്പിൾ സ്റ്റേക്ക് ബൈ ഓൾമോസ്റ്റ് 50%, stirs market jitters. Warren Buffett, the billionaire investor, has left the stock market bewildered by dramatically slashing Berkshire Hathaway's hefty exposure in Apple investment. 2 years ago, Buffett referred to Apple as one of the 4 key pillars of Berkshire Hathaway, alongside its utility, insurance, and BNSF railroad businesses. This led many investors to believe he would hold on to Apple shares long term, similar to his approach with Coca-Cola and American Express. Buffett now has nearly $277 billion in cash, a significant increase from the 189 billion just 3 months ago. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മാനേജറാണ് വാറൻ ബഫെ. അമേരിക്കയിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേരാണ് ബെർക്ക്ഷയർ ഹാത്വേ. അദ്ദേഹം 4 കൊല്ലം മുമ്പ് ആപ്പിളിനെ കുറിച്ച് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സംസാരിച്ച് കുറെ അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് നിക്ഷേപം നടത്തിയിരുന്നു. എന്നാൽ അതിലുള്ള നിക്ഷേപം 50% കുറച്ചിട്ടുണ്ട്. ആപ്പിളിൽ അദ്ദേഹത്തിന്റെ കമ്പനി 50% നിക്ഷേപം കുറച്ചു. കൂടുതൽ പൈസ ഇപ്പോൾ മാർക്കറ്റിൽ നിക്ഷേപിക്കാതെ കയ്യിൽ ക്യാഷ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ഏകദേശം $277 ബില്യൺ ക്യാഷ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഇപ്പോൾ നിക്ഷേപിക്കാനായിട്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഴയ ഇൻവെസ്റ്റ്മെന്റ്സ് ആയ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനിയിൽ അദ്ദേഹം ദീർഘകാലമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും അദ്ദേഹം മാറ്റിയിട്ടില്ല എന്നും അതും അമേരിക്കൻ എക്സ്പ്രസ് എന്ന കമ്പനിയിലും അദ്ദേഹത്തിന്റെ നിക്ഷേപം തുടരുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. പൊതുവെ വാറൻ ബഫെ പോലുള്ള വലിയ നിക്ഷേപകര് ക്യാഷിലോട്ടൊക്കെ മാറുമ്പോൾ അത് ഒരു സൂചനയാണ് മാർക്കറ്റിലെ ബാക്കി പലർക്കും. പിന്നെ മിന്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഫോസിസ് സേസ് DGGI withdraws tax demand of 3,898 crore for 2017-18. Infosys Limited said that the Directorate General of GST Intelligence has withdrawn a tax demand of 3,898 crore for the financial year 2017-18 in a partial relief for India's second largest software company. അപ്പോൾ ഒഫീഷ്യലായിട്ട് കർണാടക GST ഡിപ്പാർട്ട്മെന്റ് 2017-18 കാലയളവിലേക്കുള്ള 3,898 കോടി GST റിലേറ്റഡ് നോട്ടീസ് കൊടുത്തിരുന്നു. അത് ഒഫീഷ്യലായിട്ട് അവർ വിഡ്രോ ചെയ്തതായിട്ട് വരുന്ന ന്യൂസ്. അത് ഇൻഫോസിസിന് ഒരു വലിയൊരു റിലീഫ് ആണെന്നാണ് മിന്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. India government issues high severity warning for Apple, iPhone, iPad and MacBook users. Indian government's Computer Emergency Response Team, CERT-IN, has issued a high severity alert for several Apple products that could affect the users, the iPhone, iPad, Vision Pro, MacBook, Apple Watch and Apple TV. The central agency said several vulnerabilities had been found in various Apple software and provided a possible workaround. In a latest release about vulnerabilities in Apple products, CERT-IN stated multiple vulnerabilities have been reported in Apple products, which could allow an attacker to access sensitive information, execute arbitrary code, bypass security restrictions, cause denial of service, etc. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ തന്നെ സെക്യൂരിറ്റി ഏജൻസിയായ CERT-IN ആപ്പിൾ, ഐഫോൺ അതുപോലുള്ള ഐപാഡ്, മാക്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഹൈ സെക്യൂരിറ്റി വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. പലതരം അറ്റാക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുന്നവർ നമ്മുടെ സിസ്റ്റം ഒക്കെ ഹാക്ക് ചെയ്യാനുള്ള വൾണറബിലിറ്റീസ് കൂടുതലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരെയും ഒന്ന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ സോഫ്റ്റ്വെയർ ഈസ് സബ്ജക്ട് ടു ലോട്ട് ഓഫ് ഹാക്കിംഗ് അതുപോലുള്ള കാര്യങ്ങൾ
ഉണ്ടപ്പോൾ വളരെ സൂക്ഷിച്ച് നല്ല സെക്യൂരിറ്റിയോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ. പിന്നെ ബിസിനസ് ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റ് സെറ്റ് ടു ബ്രിങ് ഇൻ ചേഞ്ചസ് ഇൻ ബാങ്കിങ് ലോസ്. The government is expected to move 2 bills in the Lok Sabha in the week starting August 5. The first bill aims to amend banking regulations laws, and the second one is related with amending the Oil Fields Regulation and Development Act. Amendments likely to raise the number of nominees in a bank account to 4. അപ്പോൾ കേന്ദ്ര സർക്കാർ 2 പുതിയ ബില്ല് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒന്ന് ബാങ്കിങ് ലോസ് അമെൻഡ് ചെയ്യാനും പിന്നെ ഓയിൽ ഫീൽഡ്സ് റെഗുലേഷൻ ആക്ട് അമെൻഡ് ചെയ്യാനുള്ളതാണ്. മേജർ ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ബാങ്കിങ് ലോസിൽ നമ്പർ ഓഫ് നോമിനീസ് ഇപ്പോൾ 1 or 2 ആണ്. അപ്പൊ അതിൽ നിന്ന് 4 പേരെ വരെ നമുക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ അതിൽ അമെൻമെന്റ് കാണുമെന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തൊരു വാർത്ത മില്ലറ്റ്സിനെ കുറിച്ചാണ്. ചെറുധാന്യങ്ങൾ. Millets are India's solution to global challenges on nutrition, water scarcity and climate change, says Prime Minister. Prime Minister Narendra Modi on Saturday said that India has the solution in the form of millet farming to address global challenges on nutrition, water scarcity and climate change, and mentioned that the challenges before sustainable agriculture and food system can only be tackled under the holistic approach of one earth, one family and one future. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മില്ലറ്റിന് വലിയൊരു ഫോക്കസ് കൊടുക്കുന്നു. മില്ലറ്റ് ഉൽപാദനത്തിനും മില്ലറ്റ് കൺസ്യൂം ചെയ്യാനും സർക്കാർ തന്നെ ആഹ്വാനം ചെയ്യുന്നു. മില്ലറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട്, കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ ഗോതമ്പും അരിയും ഒക്കെ കൃഷി ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് വെള്ളം മതി. അതൊരു വലിയൊരു ഇപ്പോഴും ലോകം ഫേസ് ചെയ്യുന്ന ജലക്ഷാമത്തിനൊക്കെ ഒരു പരിധി വരെ ഒരു സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ന്യൂട്രീഷനും ഇതിൽ നിന്നും തന്നെ ലഭിക്കും ബാക്കിയുള്ള ധാന്യങ്ങൾ അപേക്ഷിച്ച്. അപ്പോൾ ഇത് കാരണം ഇന്ത്യക്ക് ഒരു ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആണ് ഈ മില്ലറ്റ് കൾട്ടിവേഷൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായിട്ട് നമ്മുടെ ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ബിസിനസ് സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫെൽ 1.3 percentage points in July amid uptick in hiring. India's unemployment rate dropped by 1.3% points in July from an 8-month high of over 9% in the previous month. The unemployment rate fell to 7.9% in July from 9.2% in June. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ 9% കൂടുതലായിരുന്നു. എന്നാൽ ചെറിയ ഒരു റിലീഫ് ഉണ്ട്. കഴിഞ്ഞ മാസം ഇത് 1.3% താഴ്ന്നിട്ടുണ്ട്. 9.2% നിന്നും 7.9% അൺഎംപ്ലോയ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹയറിംഗ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പ്രൈവറ്റ് മേഖലയിലൊക്കെ റിക്രൂട്ട്മെന്റ് വീണ്ടും സജീവമായിട്ടുണ്ട്. ഇതാണ് ഇതിനൊരു പ്രധാന കാരണമായിട്ട് ബിസിനസ് സ്റ്റാൻഡേർഡ് പറയുന്നത്. 10ാമത്തെയും അവസാനത്തെയും വാർത്ത. Zomato collected rupees 83 crore in platform fee from customer till March. Food delivery aggregator Zomato, which began charging platform fee on orders from last August, collected rupees 83 crore through the new levy till March, the company's annual report has revealed. The platform fee has been cited as one of the 3 key factors driving the Zomato's revenue, which grew 27% year on year to 7,792 crore in 2023-24. അപ്പോൾ നമ്മളൊരു സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ നമ്മൾ പൊതുവെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ലൈൻ ഐറ്റം കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ നിന്നും അവരൊരു ചെറിയ എമൗണ്ട് ഈടാക്കുന്നുണ്ട് ഓരോ ഓർഡറിനും. അത് പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈടാക്കുന്നത്. ആദ്യം 2 രൂപയിലും 3 രൂപയിലും തുടങ്ങി ഇപ്പോൾ 5 മുതൽ 6 രൂപ വരെ ഈടാക്കുന്നുണ്ട്. അതിൽ നിന്ന് മാത്രം കഴിഞ്ഞ ഒരു 10 മാസത്തിൽ സൊമാറ്റോ 83 കോടി രൂപ ഉപഭോക്താക്കളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ റവന്യൂ, അവരുടെ വരുമാനം 27% വർദ്ധിച്ചിട്ടുണ്ട്. 23-24 7,792 കോടിയാണ് സൊമാറ്റോയുടെ റവന്യൂവിലുള്ള വർധന. അപ്പോൾ ഈ നമ്മൾ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞ ഒരെണ്ണം കാണും. ചെറിയൊരു എമൗണ്ട് 3 രൂപയോ 5 രൂപയോ അങ്ങനെ ഓരോ ആൾക്കാരെ നിന്ന് മേടിച്ചിട്ടാണ് അവർ 83 കോടി രൂപ കഴിഞ്ഞ 10 മാസം അവരുടെ അധിക വരുമാനമായിട്ട് സൊമാറ്റോ നേടിയിട്ടുള്ളത്. ഇന്നലെ ഓഹരി വിപണി ഇല്ലായിരുന്നു. അതുപോലെ ഇന്നത്തെ ഓഹരി വിപണി രാവിലെ തന്നെ ഒരു നെഗറ്റീവ് സോണിലാണ് ഉള്ളത്. പ്രധാന കാരണം ആഗോള വിപണിയിൽ എല്ലാം തന്നെ ഒരു സെൽ ഓഫ് നടക്കുന്നു. ഇന്നത്തെ ഇപ്പോഴത്തെ സെൻസെക്സിന്റെ നില തന്നെ നമുക്കൊന്നും പരിശോധിച്ചാൽ 1,603 പോയിന്റ് താഴെ
ഏകദേശം 2% താഴോട്ട് പോയിട്ടുണ്ട്. 79,378.86 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയും ഏകദേശം 2%-ഓളം താഴെയാണ്. 2.03% താഴെ, 500 പോയിന്റ് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. 24,216.90. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവിക്കാം, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ന് സംഭവിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുപോലെ തന്നെ നിക്കി ഇൻഡെക്സ്, ഏഷ്യയിലെ മോസ്റ്റ് പോപ്പുലർ ഇൻഡെക്സ് ആണ് നിക്കി ഇൻഡെക്സ്. അതും ഇന്ന് 5.62% താഴോട്ട് പോയിട്ടുണ്ട്. ജാപ്പനീസ് മാർക്കറ്റിലും നല്ല താഴോട്ടാണ് മാർക്കറ്റ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. ലോകത്തെമ്പാടും താഴോട്ടാണ്. എല്ലാവരും ഓഹരി വിൽക്കുന്ന മൂഡിലാണ് നിക്ഷേപകര്. ഇതിന് പ്രധാന കാരണം ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം ചിലരൊക്കെ പറയുന്നുണ്ട്. അത് കാരണമായിരിക്കാം ഇങ്ങനെ നടക്കുന്നത്. എന്നാൽ ഇത് എത്രത്തോളം പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സിംഗപ്പൂരിലെ നിഫ്റ്റിയും ഏകദേശം 1.82% താഴോട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരുവിധം നമ്മൾ എടുക്കുന്ന മാർക്കറ്റ് എല്ലാം, ഫിലിപ്പൈൻസ് ആയാലും ഹോങ്കോങ് ആയാലും എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓഹരി വിപണിയിൽ കൂടുതൽ വിൽപ്പനയാണ് നടക്കുന്നത്. താഴോട്ടാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഇന്ത്യയിൽ മാത്രമുള്ള ഫിനോമിനൻ അല്ല. ഇന്ത്യയിലെ സമ്പദ്ഘടന എത്ര നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും നമ്മളൊരു ആഗോളവൽക്കരിച്ച ഒരു സമ്പദ്ഘടനയാണ്. ലോകത്തിൽ എവിടെ എന്ത് നടന്നാലും അതിന്റെ ഒരു ചെറിയ കാര്യം ഇന്ത്യയിലും അഫക്ട് ചെയ്യും. അതിന്റെ ഒക്കെ കാരണമാണ് ഇന്ത്യൻ ഓഹരി വിപണിയും എന്ന് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ എക്കോണമി, നമ്മുടെ സമ്പദ്ഘടന എത്ര സ്റ്റേബിൾ ആയിട്ടിരുന്നാലും നമ്മുടെ ഓഹരി വിപണി അത്രത്തോളം ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ അതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല. ലോകത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും നമ്മുടെ സമ്പദ്ഘടനയെ അഫക്ട് ചെയ്യാം. അത് കാരണമാണ് നമ്മുടെ ഓഹരി വിപണിയും ഇന്ന് താഴോട്ട് ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള ലോകമെമ്പാടുമുള്ള ഓഹരി വിപണിയും പോലെ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയും താഴോട്ട് ഇന്ന് പോകുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയ ഒരു ദിവസം ഒരു പദം വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, സാമ്പത്തിക പദം. ഇന്ന് നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. ഒരു GDP ആണ് ഒരു സമ്പദ്ഘടനയുടെ വളർച്ചയെ അളക്കാനുള്ള അളവുകോൽ. ഇപ്പൊ GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഒരു വർഷം നടത്തുന്ന എല്ലാ ഉൽപാദനത്തിന്റെയും ഒരു ആകെത്തുകയാണ്. അപ്പൊ ഇംഗ്ലീഷിന് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് the value of all goods and services manufactured in a country during a year is called the GDP. ഉദാഹരണത്തിന് 2023-24 നമ്മുടെ GDP 100 രൂപ ആണെന്ന് വെക്കുക. നമ്മുടെ രാജ്യത്തിൽ മൊത്തമുള്ള ഉൽപാദന സേവന മേഖല എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത് 100 രൂപയുടെ സാധനമാണ്. ഈ വർഷം നമ്മൾ 112 രൂപയുടെ സാധനമാണ് അടുത്ത വർഷം ഉപയോഗിക്കുന്നത് നമ്മുടെ മൊത്തം പ്രൊഡക്ഷൻ എങ്കിൽ നമ്മുടെ വളർച്ച 12% എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷെ ഈ 12% വളർച്ചയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഇതിലെ ഒരു ഭാഗം പണപ്പെരുപ്പം കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ 100 രൂപയുടെ സാധനം ഇപ്രാവശ്യം വിപണിയിൽ അത് 105 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ നമ്മുടെ GDP 112 ആയെങ്കിൽ നമ്മുടെ വളർച്ച 7% മാത്രമായിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ 12% വളർച്ച ഞാൻ പറഞ്ഞതിനെ നോമിനൽ GDP എന്ന് പറയും, നോമിനൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയും. അതിൽ നിന്നും പണപ്പെരുപ്പത്തിനെ മാറ്റുമ്പോൾ റിയൽ GDP എന്ന് നമുക്ക് പറയും. അതായത് നമ്മൾ സർക്കാർ പുറത്തുവിടുന്ന നമ്പർ റിയൽ GDP ആണ്. ഇൻഫ്ലേഷൻ മാറ്റി വെച്ചിട്ടുള്ള GDP ഗ്രോത്ത് ആണ് പറയുന്നത്. 6.5%, 7% വളർച്ച എന്ന് പറയുന്നത് പണപ്പെരുപ്പം മാറ്റി വെച്ചിട്ടുള്ള വളർച്ചയാണ് റിയൽ വളർച്ച എന്ന് പറയുന്നത്. അപ്പോ GDP എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു വർഷം മൊത്തം ഉൽപാദനം, സേവന മേഖലകളിൽ എല്ലാം എന്താണ് ഔട്ട്പുട്ടോ അതിനെ അളക്കുന്നതാണ് GDP. 3 മേഖലയാണ് നമ്മുടെ GDP-യിലുള്ളത്. കൃഷി, മാനുഫാക്ചറിങ് ഉൽപാദന മേഖല, പിന്നെ സേവന മേഖല സർവീസസ് സെക്ടർ. ഇതിന്റെ 3ന്റെ ആകെത്തുകയാണ് GDP. അപ്പോൾ GDP-യിലെ 2 എണ്ണം ഉണ്ട്. നോമിനൽ GDP ഉണ്ട്, റിയൽ GDP ഉണ്ട്. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ 100 രൂപ 112 ആകുമ്പോൾ ആ 12% വളർച്ച നോമിനൽ ഗ്രോത്ത് എന്ന് പറയും. അതിൽ 5% പണപ്പെരുപ്പമാണെങ്കിൽ ആ പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ മാറ്റിയിട്ട് ബാക്കിയുള്ള ഗ്രോത്തിനെ റിയൽ ഗ്രോത്ത് എന്നും പറയും.
ഇതാണ് GDP. ഒരു ഏത് രാഷ്ട്രത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെ അളവ് കോലാണ് GDP. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. താങ്ക്സ് ഫോർ ലിസണിങ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെങ്കടേഷ് സാർ. ഇന്ന് സാറ് പറഞ്ഞതുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് പറയുമ്പോൾ ലോക ഓഹരി വിപണിയിലെല്ലാം താഴോട്ടാണ് എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ഏതാണ്ട് 1.5-1.2 ഇടയ്ക്കാണെങ്കിൽ ജപ്പാൻ കുത്തി വീണിരിക്കുന്നു. 6.42% നിക്കി 225 താഴോട്ട് പോയിരിക്കുന്നത്. പിന്നീട് അതിനൊപ്പം വന്ന തൈവാനാണ്. തൈവാൻ വീണ്ടും തകർച്ചയിലേക്കാണ് ആ ഓഹരി 10%-ലേക്കൊക്കെ എത്തുന്നുള്ള പ്രഡിക്ഷനും വന്നിരിക്കുന്നത്. അവിടെ 20,000 അവരുടെ ഇൻഡെക്സ് ഇരിക്കുന്നെങ്കിൽ തൈവാൻ വെയിറ്റഡ് എന്ന് പറയുന്നത് അത് 7%. കോസ്പി എന്ന് പറയുന്നത് 6.7% കുറവാണ്. ഇന്ത്യക്ക് ഇപ്പോൾ 1800 പോയിന്റ് അല്ലേ ഇന്ന് കുറഞ്ഞിരിക്കുന്നത് വെങ്കടേഷ് സാർ, ഇന്നത്തെ ഒരു ദിവസം മാത്രം. 52,000 2% താഴോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ. ഇന്ത്യ 2% താഴോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 പോയിന്റ്. 82K നമ്മൾ വായിച്ചതാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റേ വെങ്കടേഷ് സാറൊക്കെ പറയുമ്പോൾ 82K നമ്മൾ ക്രോസ് ചെയ്തതാണ്. ഇന്ന് 79,000-80,000 ഇടയ്ക്ക് ആണ് കിടക്കുന്നത്. എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1-2 സ്ഥലത്ത് ഇത് ഏറ്റിട്ടില്ല വെങ്കടേഷ് സാർ. അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. ഷങ്കായ് കമ്പോസിറ്റ് ഇപ്പോഴും ഒരു 2% വളർച്ചയിൽ തന്നെ കാണിക്കുന്നു. അവർക്ക് അതിന്റെ ഒരു അഗാധം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതൊന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഡ്യൂറിങ് ദ ഡേ ആണ്. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പൊ GDP യെ കുറിച്ചുള്ള ഇത് അതുപോലെ ഈ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ എത്രയാണ്? നമ്മളെ നോമിനൽ GDP എത്രയാ? നമ്മുടെ റിയൽ GDP ആണ് എല്ലാവരും പ്രൊഡിക്ട് ചെയ്തിട്ടുള്ളത്. IMF, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ക്രിസിലെല്ലാം നമുക്ക് 7% വളർച്ചയാണ് റിയൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു 4-5% വരെ പണപ്പെരുപ്പവും കാണും. അപ്പോൾ നമ്മളൊരു 11-12% വരെ നോമിനൽ വളർച്ചയും ഒരു 7% റിയൽ വളർച്ചയും നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. എല്ലാ IMF-ഉം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും ക്രിസിലും നിതി ആയോഗും എല്ലാവരും പറയുന്നത്. ഡോക്ടർ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കാര്യം ഇതിലൊന്ന് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ഈ സാമ്പത്തിക ഇത് പറയുന്നത് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഒരു രാജ്യം 8% വളർച്ച വെച്ച് 10 വർഷം വളർന്നാൽ അത് സൂപ്പർ പവറിലേക്കുള്ള രാജ്യത്തിന്റെ പോക്കായിരിക്കും, കുതിപ്പായിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയുടെ ഒരു മാജിക്കൽ ഫിഗർ എന്ന് പറയുന്നത് 8%. തുടർച്ചയായിട്ട് 5 വർഷം 8% നിന്നാൽ ഇന്ത്യ വമ്പൻ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരും എന്ന് പറഞ്ഞിരുന്നു. വെങ്കടേഷ് സാർ അങ്ങനെ ഒരു ഇതില് ഫൈനാൻസില് ഒരു റൂൾ ഓഫ് 72 എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. 72 റൂൾ ഓഫ് 72. 72-നെ ഏത് പലിശ നിരക്കോ വളർച്ച നിരക്കോ കൊണ്ട് നമ്മൾ ഹരിക്കുന്നുവോ അത് നമുക്കൊരു ലഭിക്കുന്ന സംഖ്യയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ ദാറ്റ് നമ്പർ ടു ഡബിൾ. ഇപ്പൊ നമ്മുടെ എക്കോണമി 8% വളരുകയാണെങ്കിൽ 72 നമ്മൾ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 9 ആണ് നമുക്ക് ലഭിക്കുന്ന സംഖ്യ. അപ്പൊ 9 വർഷം കൊണ്ട് നമ്മുടെ സമ്പദ്ഘടന ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് 8% വെച്ച് വളർന്നു കഴിഞ്ഞാൽ. റൂൾ ഓഫ് 72. ഇപ്പൊ നമുക്ക് ഇതൊരു ഫൈനാൻസിലെ ഒരു റൂളാണ്. 72-നെ ഏത് നമ്പർ കൊണ്ട് നമ്മൾ ഹരിക്കുന്നുവോ നമുക്ക് കിട്ടുന്ന സംഖ്യ ആണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഫോർ സംതിങ് ടു ഗോ ഡബിൾ. ഇപ്പൊ നമുക്കൊരു നിക്ഷേപത്തിൽ 10% പലിശ ലഭിക്കുന്നു ഇരിക്കുക. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 10, 7.2 വർഷത്തിൽ നമ്മുടെ പൈസ ഡബിൾ ഇരട്ടിയാകും. ഇപ്പൊ മനോജേട്ടൻ പറഞ്ഞില്ലേ 8% വളർച്ച. 8% വളർച്ച നേടിക്കഴിഞ്ഞാൽ 72 8 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 ആണ് ലഭിക്കുന്നത്. അപ്പൊ 9 വർഷത്തിൽ നമ്മുടെ സമ്പദ്ഘടന ഈ ലെവലിൽ നിന്നും ഇരട്ടിയാകാൻ സാധ്യതയുണ്ട്. ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. വളരെ കറക്റ്റാണ്. 72 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിപ്പോൾ 6% കിട്ടുന്നതെങ്കിൽ അത്രയും വർഷം എടുക്കും. മുമ്പ് 5 വർഷം കൊണ്ട് ഡബിൾ ആവുന്നത് ഇപ്പൊ ഡിവൈഡഡ് ബൈ 72. വെരി കറക്റ്റാണ്. ഞാൻ ചോദിക്കാൻ വന്ന അതല്ല. വെങ്കി സാറ് തന്നെ പറയണം. അത് നമ്മളിപ്പോൾ വേറെ ട്രേഡിങ്ങും മറ്റുള്ളതൊന്നും പറയുന്നില്ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഡിപ്പിൽ ഇത്രയും നല്ലൊരു ഫാള് വന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ 1-2 ദിവസം കൂടെ കുറച്ച് ഫാള് കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും മാർക്കറ്റ് കയറും. അപ്പോൾ ഇത്രയും താഴെയിൽ നിൽക്കുമ്പോൾ നമുക്ക് ആൾക്കാർക്ക് ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈമാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ വെങ്കടേഷ് സാർ അത് പറയില്ല.
ഈ ഇൻവെസ്റ്റ് അല്ലല്ല അല്ല വെങ്കടേഷ് അല്ല സാറ് മനോട്ട അതല്ല ഞാൻ പറഞ്ഞ അതല്ല. നമ്മൾ ട്രേഡ് ചെയ്യണമെന്നോ ഇന്നത് വാങ്ങണമെന്നല്ല പറയുന്നത്. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ അല്ല, എന്തായാലും നാളെ സംഗതി മാർക്കറ്റ് ശരിയാണ്. മുകളിലാണ്. ആ അല്ല, വെങ്കടേഷ് സാറ് മ്യൂച്വൽ ഫണ്ടേ പറയുള്ളൂ. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. കാരണം എനിക്ക് അല്ല അല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലല്ലോ. മ്യൂച്വൽ ഫണ്ട് ആയാലും താഴെ നിൽക്കുന്ന സമയത്ത് വാങ്ങുന്ന നമുക്ക് അത്രയും അല്ലല്ല ബെനിഫിറ്റ് അത് കിട്ടും. പറഞ്ഞത് പറയൂ. കറക്റ്റ് ആണ്. എപ്പോഴും ഓഹരി വിപണിയിൽ ഇടിവുണ്ടാകുമ്പോൾ അതൊരു ആ, വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കുക. പക്ഷേ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രം നിക്ഷേപിക്കുക. 5 വർഷമെങ്കിലും നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു വേണ്ട എന്നുള്ള പൈസ മാത്രം നിക്ഷേപിക്കുക. ഓരോ ഇടിവ് വരുമ്പോഴും വാങ്ങിക്കുന്നത് നല്ലതാണ്. പക്ഷെ എത്ര വാങ്ങിക്കണം എന്നുള്ളതൊക്കെ അവരവരുടെ ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ്. പിന്നെ മാർക്കറ്റിന്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ സമയം വേണ്ടി വരും. അപ്പൊ ഏതാണ് റൈറ്റ് വാല്യുവേഷൻ, അതിന് പ്രൈസ് ടു ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ മേടിക്കുന്നത്. പക്ഷെ എന്തായാലും ഇടിവ് വരുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണ്. നമ്മൾ കയ്യിലുള്ള കുറച്ച് പൈസ നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് മാത്രം. വെങ്കടേഷ് സാറേ, ഞാൻ അദ്ദേഹം ചോദിച്ചതിലെ ഒന്ന് ചോദിക്കാം. എന്റെ ഒരു അഭിപ്രായത്തിൽ ബുധനാഴ്ച വരെ കുറയും എന്നുള്ളതാണ്. 2 ദിവസം കൊണ്ട് മാർക്കറ്റ് താഴോട്ട് തന്നെ പോകാനാണ് സാധ്യത. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വാങ്ങിക്കാതെ ബുധനാഴ്ച വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് തോന്നുകയാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. IT-നോ സാമ്പത്തിക വിദഗ്ധനോ ഒന്നും ആയിട്ടല്ല. മനോജേട്ടാ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡോണ്ട് ട്രൈ ടു ക്യാച്ച് എ ഫാളിംഗ് നൈഫ്. ഡോണ്ട് ട്രൈ ടു ക്യാച്ച് എ ഫാളിംഗ് നൈഫ്. ഇറ്റ് വിൽ ഹേർട്ട് യു. അതുപോലെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മാർക്കറ്റിന് ലോകത്തെ ആർക്കും ടൈം ചെയ്യാൻ പറ്റില്ല, ഇല്ലേ വെങ്കി സാറേ? അതെ ടൈം അതെ ചെയ്യാൻ അതെ അതെ ടൈം അതെ ചെയ്യാൻ അതെ. പറ്റില്ല. ഇപ്പൊ നോ നിങ്ങൾ ഈ ബഡി ക്യാൻ പറഞ്ഞ ടൈം ദ മാർക്കറ്റ്. മാർക്കറ്റ് എത്ര ദിവസം പോകും, എങ്ങനെ പോകും എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു മാന്ദ്യം വന്നാൽ കുറച്ചുകൂടെ പോകും, ചിലപ്പോൾ യുദ്ധം വന്നാൽ കുറച്ചുകൂടെ പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു കയറി പോകും. അതിൽ കാര്യമില്ല. പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, അത്യാവശ്യമില്ലാത്ത പൈസയാണെങ്കിൽ നല്ല സ്റ്റോക്കുകൾ ഒരുപാടുണ്ട്. 10,500 സ്റ്റോക്കിനകത്ത് നിന്ന് ഒരു 5-10 സ്റ്റോക്ക് അല്ലെ 1-2 സ്റ്റോക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്പിലാണ് കിടക്കുന്നത്. അതിപ്പോൾ ഈ പറയുന്നവർ PE റേഷ്യോയും ഏണിംഗ് റേഷ്യോയും അതിൻ്റെ ബാലൻസ് ഷീറ്റും ഒന്നും എടുക്കണ്ട കാര്യം. അല്ലാതെ തന്നെ 100 കണക്കിന് വലിയ കമ്പനി ഉണ്ട്. അപ്പോൾ ഒരു 1-2 വലിയ കമ്പനി എത്ര താഴെ വന്ന് നിൽക്കുന്നു, അതിനകത്ത് നിങ്ങൾ 10 മേടിക്കുക, 20 മേടിക്കുക, 100 മേടിക്കുക, 1000 മേടിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി, പോക്കറ്റിന്റെ കണക്ക് നിങ്ങൾക്ക് വാങ്ങാം. അത് കമ്പനിയോ കാര്യങ്ങളോ അല്ല. ഇനി നിങ്ങൾ ഉണങ്ങി മനോട്ടം പറഞ്ഞ കണക്ക് ബുധനാഴ്ച വരെയോ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ബുധനാഴ്ച കയറി പോയിട്ട് പിന്നെ വ്യാഴാഴ്ച എല്ലാരും കൂടെ എന്റെ തലക്ക് കയറാം. IT-ൽ വന്നിട്ട് നിങ്ങൾ എന്ത് പ്രൊഡിക്ഷൻ ചോദിക്കുന്നത് പറഞ്ഞിട്ട് ഇല്ലല്ല, ചോദിക്കാം. നമ്മളതൊരു ഇതല്ലേ, ടൈം കഴിഞ്ഞു. ഓക്കെ, ഡൺ. 1-2 വെങ്കടേഷ് സാറെ ഒരു സൂചനകൾ കൊടുക്കാവോ ഏതൊക്കെ ഏരിയയിൽ? കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സ്റ്റീൽ, സിമെന്റ് ഓഹരികൾക്കുള്ള സാധ്യത 1. 2, ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരുമ്പോൾ അത് ആ വെഹിക്കിൾ ഇറക്കുന്ന ഇപ്പോൾ മാരുതി ഇന്ന് ഈ വർഷം ഇറക്കും എന്ന് പറയുന്നു. അപ്പോൾ മാരുതി സുസുക്കി പോലെയുള്ള, അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ളത്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് പിന്നെ പൊതുവെ മാർക്കറ്റിൽ നിന്ന് ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ്, ബിസിനസിന്റെ പേജ് വായിക്കുമ്പോൾ. അങ്ങനെ കുറച്ച് ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കുന്നത്, ഇൻഡസ്ട്രി, സ്റ്റീൽ ആൻഡ് സിമെന്റ് അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഉൾപ്പെട്ട കമ്പനികൾ. പിന്നെ IT കമ്പനികളെ കുറിച്ച് എനിക്ക് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല വെങ്കടേഷ് സാർ. അത് സ്റ്റക്കാ. ഞാൻ സാധാരണ പറയാറുണ്ടായിരുന്നു. അല്ല, നമ്മൾ പൊതുവെ നമ്മുടെ സമ്പദ്ഘടനയിൽ ഏതൊക്കെ മേഖലയിലാണ് സാധ്യതകൾ ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും. അതിലുള്ള നല്ല ഓഹരികൾ വാങ്ങിക്കുക, അത്രേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കൈ കിട്ടും. പൊതു പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ പോലെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പാടില്ല ഇതിൽ കൂടുതൽ. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത്. അപ്പോൾ അത് വളരെ ശരിയാണ്. അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കമ്പനിയുടെ പേരോ ഇതൊന്നും പറയുന്നത്. രാഹുൽ ഗാന്ധി മറ്റേ ഇലക്ഷൻ നോമിനി പത്രത്തിൽ പിഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പറഞ്ഞു, വാങ്ങാനല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ ഫെവിക്കോളും ഇന്ത്യയിലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. പിന്നെ ഏഷ്യൻ പെയിന്റ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ HDFC ബാങ്ക്, ICICI ബാങ്ക്. ഞാനിപ്പോൾ കമ്പനി വാങ്ങണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഒരുപാട് മാർക്കറ്റ് ക്യാപ്പ് ഉള്ള, അല്ലെങ്കിൽ വളരെ ലോങ് ടൈമിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു 100, 200, 500 കമ്പനികൾ നിങ്ങൾക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ കമ്പനികൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവിടെ മാർക്കറ്റിൽ ഫുള്ള് ഇന്ത്യ മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ് ITC എന്ന് പറഞ്ഞൊരു കമ്പനി. ഇത് വാങ്ങാനല്ല കേട്ടോ. ഈ ITC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയാണ്. അപ്പോൾ ആര് എവിടെ ഒരു ബീഡി വലിച്ചാലും ഇതിനകത്ത് സിഗരറ്റ് വലിച്ചാലും ലാഭം കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന, അല്ലെങ്കിൽ ആശീർവാദ ആട്ട, അത് ഇവരതാണ്. നിങ്ങളുടെ അതിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം ITC എന്ന്, ക്ലാസ്മേറ്റ്സ് ബുക്സ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ മേഖലയിലും അവർക്ക് കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നവരാണ്.
അപ്പോൾ ഇങ്ങനത്തെ കമ്പനി, ഞാനൊരു ഇന്ന കമ്പനി എന്നല്ല പറയുന്നത്, അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ട്. അതിൽ ഒരു 10-20 കമ്പനി സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിന്ന് പിന്നും നിങ്ങൾ സെലക്ട് ചെയ്ത് 1-2 കമ്പനി ആയിട്ട് നിങ്ങൾക്കത് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങാം ഡിപ്പിൽ. ഓക്കെ, ഇതാണ്. അല്ല, എന്റെ അഭിപ്രായത്തില് ചില്ലറ നിക്ഷേപകർക്ക് ഏറ്റവും പറ്റിയത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ട, ഫണ്ട് മാനേജേഴ്സ് ചെയ്തോളും. അല്ല, ചെറിയ തോതിൽ ഓരോ എവിടെയും നിക്ഷേപിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് സമയമുള്ളവർക്കേ മാർക്കറ്റ് ഒക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ തൊഴിൽ ചെയ്ത് നമ്മുടെ ദൈനംദിന ജീവിതം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ബാക്കി ഒരാളെ നമ്മൾ ഇത് ഏൽപ്പിക്കുകയാണ് മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യുന്നതായിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, സമയം അധികം ഇല്ലാത്ത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മെച്ചം.